പഞ്ചഭൂത നിർമ്മലമായി വഞ്ചനയില്ലാത്തവനായി പഞ്ചഭൂത നിർമ്മലമായി വഞ്ചനയില്ലാത്തവനായി കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ജയങ്ങൾ സൃഷ്ടി ചെയ്തോർ കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ജയങ്ങൾ സൃഷ്ടി ചെയ്തോർ ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ ഏക സത്യ. അപ്പൊ ശ്രദ്ധിക്കുക, ദയാനിൽപ്പതനായിരിക്കണം. സഹജീവികളോടും മറ്റുള്ളവരോടൊക്കെ ഒരു അനുകമ്പയും ദയൊക്കെ വേണ്ട. ആർക്കും ഗുണം വരാതെ ജീവിക്കുന്ന ധാരാളം കേസുകളുണ്ട് നമ്മുടെ ഇടയിൽ. ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ഗുണം ചെയ്യും. ഞാനെപ്പോഴും പറയും, ഇപ്പൊ ഇനി ചക്കയുടെ സീസൺ വരിക, പ്രാവും ചക്കയുള്ള ധാരാളം ആൾക്കും ഒരു കുഞ്ഞൊരെണ്ണം ഈ താണ്ടെ പറഞ്ഞ വീട്ടിൽ വേവിക്കത്തില്ല. ഉമ്മ ഇങ്ങനെ എനിക്ക് ആർദാനം ഇരിക്കും പോലെ ഒരെണ്ണം കൊടുത്തേ ഇവർ കൊണ്ടൊരെണ്ണം തിന്നാനുള്ള കേരിയില്ല എതിരും. ചിലപ്പോ വീട്ടിൽ വരുന്നവർ അതിനകത്തുള്ളവരോ വേണ്ട എപ്പോഴും ഞാൻ മനുഷ്യന്റെ ദയ വേണ്ടേ. 100 തേങ്ങ അല്ലെ 10 തേങ്ങ ഇടുമ്പോഴേ 10 തേങ്ങ ഇടുമ്പോ അപ്പുറത്ത് താമസിക്കുന്ന ഹിന്ദുവോ മുസ്ലിമോ ക്രൈസ്തവനോ നിരീശൻ ആരുമാകട്ടെ, നിനക്ക് 10 തേങ്ങ കിട്ടാനുണ്ടെങ്കിൽ ഇടുമ്പോ ഒരെണ്ണം അങ്ങോട്ടൊന്ന് കൊടുത്തേക്കെ. ഒന്ന് അവന് കൊടുക്ക, ഒന്ന് ബൈത്തോമിലും കൊണ്ടുപോകാം. 8 എണ്ണം നീ എടുക്ക പോലെ. ഇതൊക്കെ ചെയ്യണം, ചെയ്യേണ്ട കാര്യമൊക്കെ ചെയ്യണം. സ്കൂൾ തുറക്കുമ്പോ കുഞ്ഞുങ്ങൾക്ക് പുസ്തകമൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പുറത്തുമാർക്ക് നിർവാഹമില്ല, 2 ബുക്ക് അവിടെ കൂടെ മേടിച്ചു അങ്ങനെ കൊടുക്കുന്നവരുണ്ട് കേട്ടോ, ഉണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ധാരാളം ആൾക്കാരുണ്ട്, ഇല്ലെന്നൊന്നും അല്ല പറയുന്നത്. എന്നാലും ചില കഞ്ചൂസുകൾ ഇതിനകത്ത് ഒരു ഹിന്ദി ഇരിക്കട്ടെ, ഇംഗ്ലീഷ് അല്ലേ കഞ്ചൂസ്, കഞ്ചൂസ് അല്ലേ സുന്ദരി ഇരിക്കട്ടെ. ഒരു കാര്യം പറയാം, ഒരു ദയൊക്കെ വേണ്ടേ? ദയ അല്ല, ദൈവത്തിന് ദയ ഉള്ളത് കൊണ്ടല്ലോ നമ്മൾ ഇന്ന് രാത്രി ഇരിക്കുന്നത്. വിലാപങ്ങൾ വായിക്കാൻ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയ. നിന്റെ ദയ ജീവനേക്കാൾ നല്ലത്.